അലാ അലാ ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖൽബിൽ സമാധാനം ഉണ്ടാവും ദിക്റിൽ. അതേതാണ് ദിക്ർ? അത് ദിക്ർ അല്ലാഹുവിനെ ഖൽബിൽ നിറക്കലാണ്. ദുനിയാവിനെ ഖൽബിൽ നിറച്ചിട്ട് നാവിൽ ദിക്റല്ല. അതിന് തെറ്റാണോ? തെറ്റല്ല. പക്ഷെ ഉദ്ദിഷ്ട ഫലം ഉണ്ടാവൂല. കൽബിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ കൽബിൽ എന്തുണ്ടാവണം? കൽബിൽ സമാധാനം ഉണ്ടെങ്കിൽ കൽബിൽ എന്തുണ്ടാവണം? അള്ള ഉണ്ടാവണം. നാവിൽ അള്ളുണ്ട്, കൽബിൽ അള്ളല്ല. ഇവിടെ സമാധാനം എവിടെ വേണ്ടത്? എന്താ ഉറങ്ങണ്? രാവിലെ വന്നിട്ട് എന്താണ് ആയത്തൊന്നും കൂടി നോക്ക്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ അൽസുനു എന്നാണോ? ലിസാനുകൾക്ക് സമാധാനം ഉണ്ടാവും എന്നാണോ പറഞ്ഞ കുട്ടിയെ? ആണോ? അല്ല. എവിടെ സമാധാനം ഉണ്ടാവും? കൽബിന് സമാധാനം ഉണ്ടാവും. കൽബിൽ സമാധാനം ഉണ്ടാണെങ്കിൽ കൽബിൽ അള്ള വേണ്ടേ? കൽബിൽ അള്ളല്ല, കൽബിൽ ദുബായിയാണ്. ദുബായിക്ക് പോകണം, അതിനോണ്ട് 70,000 സ്വലാത്തില്ലേ. അപ്പൊ കൽബിലാരാ? കൽബിൽ ദുബായി ആണെങ്കിൽ കൽബിന് സമാധാനം ഉണ്ടാവും. അതായത് എടോ നാവിൽ ദിക്റുണ്ടായതുകൊണ്ട് ഹൃദയത്തിന് സമാധാനം ഉണ്ടാണ്. എങ്ങനെ? നാവിൽ ദിക്റുണ്ടായ കൂലി കിട്ടുമോ? അല്ലേ, കിട്ടും. ഹൃദയത്തിന് സമാധാനം ഉണ്ടാവില്ല. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. كلمتان خفيفتان على اللسان. നാവിന് എളുപ്പമുള്ള 2 വാക്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാവിനെ പരിഗണിച്ചു. ദിക്ർ നാവിൽ ചെല്ലിയാലും എന്ത് കിട്ടാം? ഉലിട്ടാം. പക്ഷേ 2 അവസ്ഥ ഉണ്ട്. എന്ത്? ഹൃദയത്തിൽ ദിക്ർ ഉണ്ടായിട്ട്, ഇതേ ദിക്ർ ഹൃദയത്തിൽ ഉണ്ടായിട്ടും നാവിൽ ചെല്ലാം. ഇതേ ദിക്ർ ഹൃദയത്തിൽ ഇല്ലാതെയും ചെല്ലും. ഹൃദയത്തിൽ ഉണ്ടായി ചെല്ലുമ്പോൾ യഥാർത്ഥ കൂലി കിട്ടും, സമാധാനം കിട്ടും, അള്ളാന്റെ ആളുവോ. അതേ സമയത്ത് ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും ചെയ്യൽ തെറ്റാണോ? തെറ്റൊന്നുമല്ല. അതേ സമയം കൽബിൽ അല്ലാഹു ഇല്ല. കൽബിൽ അല്ലാഹു ഇല്ല. അലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഈ മനുഷ്യന് ഇങ്ങോട്ട് നോക്ക്. ഞാൻ അത്ഭുതത്തിന്റെ ഒരു വെടി പൊട്ടിക്കാൻ പോവാ. ഈ മനുഷ്യന് മരിക്കലാണ് നല്ലത്. ഏത് മനുഷ്യന്? കൽബിൽ അല്ലാഹു ഉള്ള ആൾക്ക് മരിക്കുന്നതാണ് നല്ലത്. അയാൾക്ക് ഖബർ സ്വർഗവുമാണ്. എന്തുകൊണ്ട്? ഇയാളെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് ദുനിയാവിൽ. ഒന്ന് ഭാര്യ, മക്കള്, പ്രശ്നങ്ങള്, യോഗങ്ങള്, കമ്മിറ്റികള്. എന്തിനാണ് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കണത്? തല്ലുണ്ടാക്കാൻ. ഒരു തല്ലൊന്നും ഇല്ലാതെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതി. പിറ്റേന്ന് തല്ല് തുടങ്ങും. വമാമിൻ കമ്മിറ്റീൻ ഇല്ല വഫീഹി തല്ലുൻ. തല്ലില്ലാത്ത ഒരു കമ്മിറ്റി ഇല്ല. കമ്മിറ്റി ഉണ്ടോ? തല്ലുണ്ടോ? എത്ര കമ്മിറ്റി കൂടുതൽ പോയോ അത്രയും 18 അടവും പഠിക്കും. എത്ര കമ്മിറ്റി കുറവാണോ അത്രയും തല്ല് കുറവാകും. അപ്പൊ നോക്കൂ നിങ്ങൾ, ജാതിയൊക്കെ പ്രശ്നമുണ്ട് ഇയാൾക്ക്. അപ്പോൾ അള്ളാന്റെ ദിക്റിനെ തൊട്ട് ഇവനെ അത് തട്ടിത്തിരിക്കും. ഭാര്യ അവനെ എന്ത് ചെയ്യും? ഭാര്യ അവനെ ദിക്റുള്ളയെ തൊട്ട് തട്ടും. അല്ലാ എന്ന് ചിന്തിക്കുന്നതിനെ തൊട്ട് ഭാര്യ തട്ടും. ആഖിർ സമാനിലാണെങ്കിൽ ഭാര്യ നരകത്തിലേക്ക് വലിക്കും. ആഖിർ സമാനെ പറ്റി ഹബീബ റസൂൽ പറഞ്ഞ ഹദീത്ത് ഇബ്നു അബി ഹാത്തം രേഖപ്പെടുത്തിയ ഹദീത്ത് മുസ്നദിലുണ്ട്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയാണ് റിപ്പോർട്ടർ മുസ്തഫ നബിയിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. tudkhiluhu az-zawjatu tudkhiluhu an-nar
ഔ കമാ ഖാല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീർഘമായ ഹദീസാ. പറഞ്ഞു വന്ന് ഇങ്ങനെ പറയാ, ആഖിർ സമാന്റെ ഒരു കാര്യം എന്താ? ആഖിർ സമാനിൽ ഒരു വ്യക്തിയെ അയാളുടെ ഭാര്യ നരകത്തിൽ കടത്തും. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ബിമ യാ റസൂലല്ലാഹ്, ഒരാളെ ഭാര്യ എങ്ങനെ അയാളെ നരകത്തിൽ കടത്തും നബിയെ? അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, തുകല്ലിഫുഹു ബിമാ ലാ യുതീഖു, തുകല്ലിഫുഹു ബിമാ ലാ യുതീഖു. വലിയൊരു ഹദീസാണ്. തുകല്ലിഫുഹു, ഈ ഭാര്യ അവനെ നിർബന്ധിക്കും, ബിമാ ലാ യുതീഖു, അവന് കഴിയാത്തത് കൊണ്ട്. ഫയക്സിബുൽ ഹറാമ, അപ്പോൾ അയാൾ ഹറാമായ ജോലി പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കും. ഫയദ്ഖുലുൻ നാറ, അങ്ങനെ നരകത്തിൽ കിടക്കും. മനസ്സിലായില്ലേ? സൗജത്ത് തുദ്ഖിലു സൗജഹാ അന്നാർ ഔ കമാ ഖാല ഹബീബ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ഹദീസിന്റെ ഭാഷ അങ്ങനെയാണ്. പദത്തിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായേക്കാം. അസ്സൗജത്തു തുദ്ഖിലു സൗജഹാ അന്നാർ, ആഖിർ സമാനായി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ നരകത്തിൽ നിർത്തും. ഖാലു ബിമ യാ റസൂലല്ലാഹ്, അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അതെങ്ങനെ നബിയെ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഹബീബാ നബി പറഞ്ഞു, തുകല്ലിഫുഹു, ഈ പെണ്ണ് അവനെ നിർബന്ധിക്കും, ബിമാ ലാ യുതീഖു, അവന് കഴിയാത്തത് കൊണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഓളെ ഏട്ടത്തെയും ഭർത്താവും ഉംറക്ക് പോയി വന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഇവൾ പറയാൻ തുടങ്ങും, നമുക്ക് ഉംറക്ക് പോവുക, ഇവൻ്റെ പൈസ ഇല്ല. പെരിയിൽ വന്നാൽ കുറ്റം പറയും, നിങ്ങളെ കൊണ്ടാണ് എന്നെ കെട്ടിച്ച്. എൻ്റെ അഞ്ചത്തി ഉംറക്കോയി, എൻ്റെ എത്താത്ത ഉംറക്കോയി, എൻ്റെ പെരിയിൽ കുടുംബത്തിൽ ഉംറക്ക് പോകാത്ത ഒരാളുമില്ല. അപ്പോൾ ബിനോയ് എന്ത് ചെയ്യും? ഫയക്സിബുൽ ഹറാമ, അപ്പോൾ ഹറാമിന് അപ്പോൾ എന്ത് ചെയ്തു? പണിക്കോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ പൊടി പെടുന്ന അവിടെ കൊണ്ടേ കൊടുത്താൽ 2 ലക്ഷം റുപ്യരാണ്. അപ്പോൾ എന്ത് ചെയ്തു? കൊണ്ടേ കൊടുക്കന്നെ, കാരണം മൃഗമുണ്ട്. മനസ്സിലായില്ല? അതെന്ത് പൊടിയാടാ? പുട്ടുപൊടിയോ? ഒരു പൊടി മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് എത്തി കുത്തുമായത്തിന് 2 ലക്ഷം കിട്ടുന്ന പൊടിയേതാ? പറയടോ. ബ്രൗൺ ഷുഗർ, LSD, കഞ്ചാവ്. അപ്പൊ എന്തായി? വൈകുന്നേരം തിരിച്ചോ 2 ലക്ഷം റുപ്യയും കിട്ടി. ബാങ്ക് കൊണ്ടേ കൊടുത്തോളോട് പറഞ്ഞ മാറ്റിക്കോ, ബാങ്ക് പാസ്പോർട്ട് എടുക്ക്, പോവുക. എന്നാലും കുറച്ച് പൈസ ബാക്കി ഉണ്ടാവും. 80, 160, 40 റുപ്യ ബാക്കി ഉണ്ടാവും. അൽഹംദുലില്ലാ. മനസ്സിലായില്ലേ? മനസ്സിലായോ? കാരണം അവിടെ എത്തി കിട്ടിയാൽ മതിയല്ലോ, അവിടെ എത്തണല്ലോ. ഇല്ലെങ്കിൽ ഇവളെ കൊണ്ട് ശല്യം സഹിക്കാൻ വയ്യ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതൊന്നും എവിടെ ഉണ്ടാവൂല. ഇതൊരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യൂല. അപ്പൊ ഇവള് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വലിയ ഔലിയായിട്ട് എന്താ കാര്യം? മക്കത്ത് വരെ പോകാൻ വയ്യ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഹറാം ഇയാൾ ചെയ്യൂല, ഇയാൾ മുഅ്മിനാണ്. ഇയാളെ കൽബിൽ നിറയെ ആരാണ്? അല്ലാഹു. പെണ്ണുങ്ങൾ കുറ്റം പറയില്ലേ? കുറ്റം പറയും. പെണ്ണുങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാത്തൊന്നും ബാക്കിയില്ല. റിഫായ് ഷെയ്ഖിന് അവർ മാസാദ് എന്തെങ്കിലും പറഞ്ഞോ? പെണ്ണുങ്ങൾ ദുനിയാവിൽ ഏറ്റവും ശല്യം ചെയ്യാത്ത ഭർത്താവാണ് ആര്? ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ റിഫായ് ഷെയ്ഖ്, അമ്പിയാക്കളെ കൂട്ടത്തിൽ നൂഹ് നബി. ശല്യം എന്ന് പറഞ്ഞാൽ തീരൂല. ആജാതി ശല്യം. ചീത്തയല്ലാത്തൊരു വാക്ക് പറയില്ല. ആരെ? ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായിയെ ഭാര്യ ചീത്തയോട് ചീത്ത, ഫുൾ ടൈം ചീത്ത. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഒക്കെ കേൾക്കും, സബർ ചെയ്യും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇജാതി ശല്യങ്ങളൊക്കെ ദുനിയാവിലുണ്ടാവും. അതേ സമയത്ത് ഈ മനുഷ്യ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഈ മനുഷ്യൻ ഖബറിലെത്തിയാൽ എല്ലാവരും മടങ്ങി, കുട്ടികൾ മടങ്ങി, മുതൽ മടങ്ങി. ഇനിയിപ്പോൾ ആരെയുള്ളൂ? അല്ലാഹ്. അത് പച്ചയായി കിടക്കും, അത് മണ്ണ് തിന്നൂല. ആ കൽബിനെ മണ്ണ് തിന്നൂല. ആ കൽബിനെ മണ്ണ് തിന്നാൻ പറ്റാത്തത് കൊണ്ട് അത് അർശുർ റഹ്മാനാണ്. അള്ളാന്റെ അർശിനെ എങ്ങനെ മണ്ണെന്ന്? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്.
അതൊന്നും അവരെ ബാധിക്കൂല. ഒരു മുഅ്മിനായ മനുഷ്യനെ അതൊന്നും ബാധിക്കൂല. നോക്കൂ നിങ്ങൾ, ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ ദിക്ർ ഖൽബിൽ നിറഞ്ഞാൽ സന്തോഷവും നിർവൃതിയും ഉണ്ടാവും. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് ഒരാൾക്കൊരു സന്തോഷവും നിർവൃതിയും ഉണ്ടായാൽ അള്ളാഹു അല്ലാത്തതിനെ തൊട്ട് അവന്റെ കൽബ് മുറിഞ്ഞോവും. ഇടപെടലൊക്കെ ഉണ്ടാവും. കൽബില്ല, കൽബിന്റെ പ്രേമല്ല, ബന്ധമില്ല, ഇതൊക്കെ ഉണ്ടാവും. അവൻ ജനങ്ങൾക്കിടയിൽ ജീവിക്കും. ഇവിടേക്ക് അതിന് കയറി കിട്ടണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അൽ ഉൻസും നിർവൃതി ബിദിക്രില്ല. അത് നാവിലെ ദിക്ർ മാത്രം പോരാ. നാവിൽ ചിലപ്പോൾ ദിക്ർ ഉണ്ടാവൂല. നാവിൽ ദിക്റേ ഉണ്ടാവൂല, ചിലപ്പോൾ കൽബിലേ ഉണ്ടാവും. ആ കീശേരി ആ പീഡിയൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കാലുമേൽ കയറ്റി അങ്ങനെ ഇരിക്കുമായിരുന്നു തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു ഒരു ദർജയേറ്റി കൊടുക്കട്ടെ. മിണ്ടാതെ അങ്ങനെ ഉത്തരിക്കും. ഒരു ദിക്റും നമ്മൾ കാണില്ല. താഴെയുള്ളവർക്ക് ദിക്ർ അല്ലാതെ ഒന്നുമില്ല. താഴെയുള്ളവർ മുഴുവനും അമുക്കുകൾ. മേലുള്ള ആൾ ദിക്ർ ചെല്ലണില്ല, വലിയ. ഇതിൻ്റെ കുട്ടൻസ് എന്താ? നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ പീഡിയൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നത് കണ്ടോര് കയ്യോക്കി. ആദ്യം അത് ചെയ്യും. അതെ, കുറച്ചാളെങ്കിലും ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. വല്ലതും മുണ്ട് നിങ്ങൾ കണ്ടീനോ? ഞങ്ങളില്ല. മാലമണി മറിച്ചിട്ട് നിങ്ങൾ കണ്ടീനോ? ഇല്ല. ആ പീഡിയൻ്റെ മേലെ കാര്യം താഴെയുള്ളവരോ? താഴെയുള്ളൊരു 1000 സ്വലാത്ത് നേർച്ചയാക്കി പോകുന്നതാണ്. എന്ത്? ഉസ്താദിനെ നേരിട്ട് കാണണം. മരുവന് ഗൾഫിൽ പോയിട്ട് ഉദ്ദേശിച്ച പണി കിട്ടിയിട്ടില്ല. മാനേജറാകാൻ പറഞ്ഞ് പോയിട്ട് അവിടെ കമ്പനിയിൽ തൊഴിലാളിയാണ്. മാനേജറായി കിട്ടണം. ഉസ്താദിനോടൊന്ന് പറയണം. ഉസ്താദ് ആവും എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആയി കിട്ടിക്കോളും. അതിന് 1000 സ്വലാത്ത് നേർച്ച നിയത്ത് ചെയ്ത് സുബഹി നിസ്കരിച്ചിട്ട് പെരയിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ മറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ 600 ചില്ലാനേ ആയിട്ടുള്ളൂ. ഉസ്താദാണെങ്കിൽ അവിടെ ഇരിക്കണുണ്ട്. അപ്പം ഇനി ബാക്കി 400 കൂടി വേഗം എന്താകണം? ആകണം. ചെല്ലന്നെ. അപ്പോൾ 1000 സലാത്ത് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് 1000 സലാത്തല്ലേ പോയി. ഉസ്താദ് മുഖത്തേക്ക് നോക്കിയാനല്ല. ഇവനാരാ? ഇവൻ ദുന്യാവിൻ്റെ അടിമ. ആ ഇരിക്കണ ആരാ? ഒരു ദിക്റുമില്ല. ഔലിയ പാപ്പ. അതെങ്ങനെ? ഈ മനുഷ്യന്റെ കൽബിൽ എന്തേ ഉള്ളൂ? അല്ലാഹു. ഇനി അതിന്റെ പ്രസരണം നാവ് മാത്രമല്ല, എവിടെയും അല്ലാഹുവേ പുറത്തുള്ളൂ. രാവും പകല് ദിക്റിൽ ഒരാൾക്ക് എന്നെ കാണുമ്പോൾ നാവ് ചലിപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ ആവശ്യമില്ല. അവർ പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അവരെ കൽബിൽ അല്ലാഹു അല്ലാതെ വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടൊരു മനുഷ്യന്റെ കൽബിന് നിർവൃതി ഉണ്ടായാൽ അള്ളാഹു അല്ലാത്തതിനെ തൊട്ടെല്ലാം കൽബ് മുറിഞ്ഞോവും. കൽബിൽ പിന്നെ ഒന്നുമില്ല, വേറൊന്നും കൽബിലില്ല. ഞാൻ ആ ആയത്തിന്റെ വ്യാഖ്യാനം പറയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ചിന്തിക്കണം. ഇവന്റെ കൽബിന്റെ പുറത്ത് പലരുണ്ട്. പക്ഷെ കൽബിൽ ആരേ ഉള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. ഈ പുറത്തുള്ള പലരും ഇവനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ ദിക്റിൽ നിൽക്കുന്നത്. ഇനിയോ വമാ സിവല്ലാഹ്, അള്ളാഹു അല്ലാത്തതെല്ലാം മരിക്കുന്നതോടുകൂടെ ഇവനെ വിട്ടുപിരിഞ്ഞു. അപ്പൊ ഇവനെന്താവും? സന്തോഷം ഇരട്ടിയാവും. കാരണം ഇനി ആരില്ല, ശല്യമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഒരു ഖത്തം തീർക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തു ഒരാൾ. ഇന്ന് 24 മണിക്കൂറുമായ ഖത്തം തീർക്കണം എന്ന് വിചാരിച്ച് മുസാഫ് ഇപ്പോഴും അയാൾക്ക് എന്തുണ്ട്? ബേജാറുണ്ട്. പഠിച്ചോനെ പെണ്ണുങ്ങൾ പലതും വന്ന് പറയും, അതുകൊണ്ട് എൻ്റെ ഖത്തം മുടങ്ങിപ്പോകുമോ? പെരിയിൽ നിന്ന് ഖുർആൻ ഓടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ എൻ്റെ പെരി പോയി വരട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം.
അൽഹംദുലില്ലാഹ്. പേരിൽ പെണ്ണുങ്ങളും ഇല്ല, കുട്ടികളും ഇല്ല. ഇവന് ബേജാറുമില്ല, ഇവന് ബേജാറില്ല. എന്തുകൊണ്ട്? ഈ പൊരയിൽ അവൻ ഒറ്റക്കാണ്. അല്ലാഹു അല്ലാത്തതെല്ലാം യുഫാരിഖുഹു, ഇവനോട് വിട്ടുപിരിയുമല്ലോ. ഇൻദൽ മൗതി, മരിക്കുന്നതോടുകൂടെ. ഫലാ യബ്ഖാ മഅഹു, അവന്റെ കൂടെ ശേഷിക്കുകയില്ല. ഫിൽ ഖബരി, ഖബറിൽ അഹ്ലുൻ, പറ, ഭാര്യയോ, വലാ മാലുൻ, സമ്പത്തോ, വലാ വലദുൻ, മക്കളോ, വലാ വിലായത്തുൻ, അധികാരമോ. അധികാരം, ഈ പള്ളിന്റെ പ്രസിഡന്റാണ്, നിനക്ക് ദിക്റെല്ലാം പറ്റൂല, അപ്പത്തിന് മറ്റൊരു വരും, നിയോഗാണ്. ജനറൽ ബോഡി ആണെങ്കിൽ പറയും വേണ്ട. മനസ്സിലായില്ലേ? ഇതൊന്നും അവനിൽ മരിക്കുന്നതോടുകൂടെ പിന്നെ ശേഷിക്കുകയില്ല, ഒന്നുമില്ല. അപ്പൊ ഇത് സന്തോഷമായി, അവർക്ക് മരിക്കാണ് മരിക്കുന്നതോടുകൂടെ. കാരണം ഇനി അവിടെ എന്താ? ഇനി അവിടെ അയാളും ആരും മാത്രം, അല്ലാഹ്. ഫലാ യബ്ഖാ മഅഹു, അവന്റെ കൂടെ ശേഷിക്കുകയില്ല. ഫിൽ ഖബരി, ഖബറിൽ അഹ്ലുൻ, ഭാര്യ ശേഷിക്കുകയില്ല. വലാ മാലുൻ, ധനവുമില്ല. വലാ വലദുൻ, മക്കളുമില്ല. വലാ വിലായത്തുൻ, അധികാരവും ഇല്ല. വലാ യബ്ഖാ മഅഹു, അവന്റെ കൂടെ ശേഷിക്കുകയില്ല. ഇല്ലാ ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റല്ലാതെ. അല്ലാഹ്, ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹ് കേറി. അല്ലാഹു തൗഫീഖ് തരട്ടെ. പറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഒന്നും അവനെ ബാധിക്കൂല.